അർജുന്റെ ഫോൺ ഇന്നലെ രാത്രി വരെ റിംഗ് ചെയ്തിരുന്നുവെന്ന് അർജുന്റെ ഭാര്യ പറയുന്നു. അർജുൻ തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷയെന്നും ഭാര്യ കൃഷ്ണപ്രിയ 24-നോട് പറഞ്ഞു. ഭാര്യയുടെ വാക്കുകൾ കേൾക്കാം. പിന്നെ ഇവർ പറയുന്ന ഹൈവേ ക്ലിയർ ചെയ്യാന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത്, അവരെ പോലീസുകാരുടെ ഉദ്ദേശം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെ സ്ഥലം, ഞങ്ങൾ GPS ലൊക്കേഷനൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലം ക്ലിയർ ചെയ്തിട്ട് ഞങ്ങൾക്ക് ആ വണ്ടി കണ്ടെത്താന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇത് പറഞ്ഞ പോലെ ഞങ്ങൾ GPS ലൊക്കേഷനൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഇവർ ട്രൈ ചെയ്യുന്നില്ല, മണ്ണ് മാറ്റാൻ അവർക്ക് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. കാലാവസ്ഥ മോശമാണ്. പക്ഷേ ഞങ്ങൾ കുറേ അവരോട് പറയുന്നുണ്ട് ആ സ്ഥലത്ത് വണ്ടി ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾക്കിപ്പോൾ ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തു, എന്നിട്ട് സ്വിച്ച് ഓഫ് ആയി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ റേഞ്ച് കിട്ടുമ്പോൾ ഇങ്ങനെ ഫോൺ ഓൺ ആവുന്നതായിരിക്കും, അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ടാവും ആൾ ഞങ്ങളെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ മണ്ണ് മാറ്റണം, ഞങ്ങൾക്ക് അതാണ് വേണ്ടത്. മുബീൻ എന്ന് പറയുന്ന മുതലാളിയും അർജുനും കൂടെ 3:30 വരെ സംസാരിച്ച് 3:30 ആയപ്പം മുബീൻ പറഞ്ഞ അർജുൻ ഉറങ്ങിക്കുമെന്ന്. അല്ല, ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ചുകൂടെ ഒരു 5 മണി വരെ യാത്ര ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് ഇവരെല്ലാവരും കുറച്ച് വേറെ വണ്ടിക്കാരും കൂടെ ആ സ്ഥലത്ത് ഇവൻ്റെ കൂടെ വിശ്രമിച്ചിട്ടുണ്ട്. അതിൽ സവാദ് എന്ന് പറഞ്ഞ ഡ്രൈവർ ഇവരെ കമ്പനിയുള്ളതല്ല, അവിടുന്ന് മരം എടുത്ത ആളാണെന്ന് തോന്നുന്നു. ഇവരെ കൂടെ അവിടെ കണ്ടുണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ ഓരൊക്കെ പോയി ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഇവിടെ ഇത് സംഭവിക്കുന്നത്. ആ സമയത്ത് മോൻ അവിടുന്ന് പോയിട്ട് എവിടെയെങ്കിലും എത്താനോ പിന്നെ എങ്ങോട്ടേ മാറാനോ ഒന്നും ഒരു സമയമായിട്ടില്ല. ഈ റൈറ്റ് സൈഡിലാണ് മണ്ണ് മുഴുവൻ കിടക്കുന്നത്. ഇവരിപ്പോഴും ലെഫ്റ്റ് സൈഡാണ് ക്ലിയർ ചെയ്യുന്നത്. ഇവിടെയാണ് വണ്ടി ഉള്ളതെന്ന് മെനയാന്ന് മുതൽ അവർ പറഞ്ഞിട്ടും ഇതുവരെ ഈ റൈറ്റ് സൈഡിലാണ് മണ്ണ് കിടക്കുന്നത്. ഇതിന്റെ അടിയിലാണ് അവൻ കുടുങ്ങി കിടക്കുന്നത്. അവിടെയാണ് ലാസ്റ്റ് GPS കാണിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അവർ ലെഫ്റ്റ് സൈഡിലാണ് മണ്ണ് നീക്കുന്നത്. ഏറ്റവും പുതിയ വിഷയം. തെരച്ചിൽ കാര്യക്ഷമമല്ലെന്നും രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണെന്നും ലോറി ഉടമ മനാഫും 24-നോട് പറഞ്ഞു. 3 ദിവസമായി വിവരം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും രക്ഷാപ്രവർത്തനം നടത്തുന്നില്ല എന്നും മനാഫ് കുറ്റപ്പെടുത്തി. രക്ഷാപ്രവർത്തനം വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. നമ്മളെ വണ്ടി രക്ഷിക്കാനുള്ള ഒരു ഇതല്ല ഇപ്പൊ നടക്കുന്നത്. റോഡ് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് ഇവരെ പ്രയോറിറ്റി. കഴിഞ്ഞ 3 ദിവസമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ ആള് ജീവനോടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ വിശ്വാസം. കാരണം ഇന്നലെയും ഫോണ് ഓണായി ഓഫായി 2 പ്രാവശ്യം ഓരോ വൈഫ് പറയുന്നുണ്ട് റിങ് ചെയ്തിക്കണ് ഫോൺ എന്നുള്ളത്. ഇന്ന് രാവിലെയും ഫോൺ ഒന്ന് ഓണായിക്കണ് എന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. അർജുനായി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കുടുംബവും നാടും. അർജുന്റെ വീട്ടിൽ നിന്നും അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. എത്ര പേരാണ് അപകടത്തിൽപ്പെട്ടതെന്നോ എത്ര വാഹനങ്ങൾ ആ മണ്ണിനടിയിലുണ്ട് എന്നോ ഈ അപകടത്തിൽപ്പെട്ടവർ പുഴയിലേക്ക് ഒഴുകിപ്പോയോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളുള്ള ഒരു ഘട്ടമാണ്. പൂർണ്ണമായൊരു വ്യക്തത വരുത്താൻ ഇപ്പോഴും രക്ഷാദൗത്യ സംഘത്തിനോ കർണാടക സർക്കാരിനോ ഒന്നും കഴിയാത്ത ഒരു നിലയുണ്ട്. അതിനിടയിൽ കുടുംബം കൈമാറിയിരിക്കുന്ന ഈ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അർജുൻ്റെ ഫോൺ റിങ് ചെയ്തിരുന്നു, അതുപോലെ GPS ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. അവരെന്താണ് പ്രതികരിക്കുന്നത് അർജുൻ, വീട്ടുകാർ? TK അർജുൻ സുരക്ഷിതനായി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വീട്, ഈ നാടൊന്നാകെ. അതിന് ഏറ്റവും ആവശ്യം ഏറ്റവും വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ്. ആ രക്ഷാപ്രവർത്തനം അടിയന്തരമായി വളരെ വേഗതയിൽ നടക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഉയരുന്നുണ്ട്. ഇന്ന് രാവിലെ ഭാര്യ അർജുനെ ബന്ധപ്പെട്ടപ്പോൾ പോലും ഫോൺ റിങ് ചെയ്തിരുന്നു എന്നാണ് അറിയിക്കുന്നത്. പിന്നീട് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഈ അപകടം നടക്കുന്നത് 16-ാം തീയതിയാണ്, അതായത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച. അതിന് തൊട്ടു തലേ ദിവസം 15-നും കുടുംബവുമായി ഭാര്യയുമായി അർജുൻ സംസാരിച്ചിരുന്നു. പിന്നീട് 16-ന് ഈ ഒരു അപകടം നടക്കുന്നു. അപകടം നടന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലൊരു അപകടം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു സൂചന കുടുംബത്തിന് ലഭിക്കുന്നുണ്ട്. ആ രീതിയിൽ ഒരു ഇടപെടൽ ആ തുടക്കഘട്ടത്തിൽ തന്നെ കുടുംബം അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നു. ഇത്തരത്തിലൊരു അപകടം നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം കുടുംബം ആ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നു. ആ രീതിയിലുള്ള ഒരു ഇടപെടൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഒരു രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ ഈ കുടുങ്ങിക്കിടന്ന ലോറി പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ പരിശോധിച്ചാൽ അത് ഏറെക്കുറെ സത്യവുമാണ്. കാരണം ഇത്രയും ദിവസം പിന്നിട്ടിരിക്കുന്നു, 3 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും ഈ കുടുങ്ങിക്കിടക്കുന്നു, അർജുന്റെ വാഹനം കുടുങ്ങിക്കിടക്കുന്നു എന്ന് സംശയിക്കുന്ന ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള യാതൊരു വിധത്തിലുള്ള പ്രവർത്തനവും അവിടെ നടന്നിട്ടില്ല. മറിച്ച് ഗതാഗത തടസ്സം നീക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ്, അത്തരത്തിലുള്ള നടപടികളാണ്
ബന്ധപ്പെട്ടവർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഏതായാലും നേവിയെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് ആ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുമെന്നുള്ളൊരു ഉറപ്പ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മറുപടി ജനപ്രതിനിധികളൊക്കെ നൽകുന്നുണ്ട്. എന്നാൽ അത് എത്രയും വേഗം, അത് എത്രയും ഉടൻ തന്നെ നടത്തണമെന്ന ആവശ്യം കുടുംബം ആവർത്തിച്ചുന്നയിക്കുന്നുണ്ട്. ഈ നാടൊന്നാകെ, ഈ വീട്ടുകാരൊക്കെ ആ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ഒരു സാധ്യതയായി നിലവിൽ പറയുന്നത് ഈ വാഹനത്തിലെ എഞ്ചിൻ ഇന്നലെ രാത്രി വരെ ഓണായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു സാധ്യത, അല്ലെങ്കിൽ ഈ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഈ ലോറിക്കകത്തുണ്ട്. അർജുന് 3 ദിവസം 4 ദിവസം പിടിച്ചു നിൽക്കാനുള്ള ഒരു സാഹചര്യം ലോറിക്കകത്തുണ്ട്. ഭക്ഷണമടക്കം, ഇത് നാഷണൽ പെർമിറ്റ് വാഹനമാണ്, ഭക്ഷണമടക്കം കരുതിക്കൊണ്ടുള്ളൊരു യാത്രയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ഒപ്പം തന്നെ ഈ എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എയർ കണ്ടീഷൻ സംവിധാനമടക്കം അതിനകത്തുണ്ടാകും. അങ്ങനെയെങ്കിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത, അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത അർജുനെ സംബന്ധിച്ച് അവിടെയുണ്ട്. അതിനാൽ എത്രയും പെട്ടെന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്തി ഈ അർജുനെ സുരക്ഷിതനായി പുറത്തെത്തിക്കാനുള്ള നടപടി ബന്ധപ്പെട്ടവരിൽ നിന്ന് വേണമെന്ന ആവശ്യമാണ് നിലവിൽ ഈ കുടുംബം ഉന്നയിക്കുന്നത്, ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. ഈ അപകടം നടന്നു എന്നറിഞ്ഞ 16-ാം തീയതി തന്നെ, കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെ ഈ കുടുംബാംഗങ്ങൾ ചിലർ അവിടേക്ക് പോയിരുന്നു. അവർ അവിടെ നിന്ന് നൽകുന്ന വിവരങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർ അവിടെ നിന്ന് നൽകിയ വിവരങ്ങളിൽ പലതും ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു. മഴയടക്കമുള്ള പ്രതികൂല കാലാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടി കാര്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യം അർജുന്റെ കുടുംബാംഗങ്ങൾ, അവിടെ പോയ അർജുന്റെ കുടുംബാംഗങ്ങൾ പങ്കുവച്ചിരുന്നു. ഒപ്പം ഈ ലോറി ഉടമയടക്കം അവിടെ പോയിട്ടുണ്ട്, ആ സ്പോട്ടിൽ അവർ ഉണ്ട്. അവർ നമ്മളുമായി സംസാരിക്കുമ്പോൾ അവരും പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: കാര്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ അല്പം മുൻപ് ഒരു വീഡിയോ ദൃശ്യങ്ങൾ അവിടെ നിന്നുള്ളവർ നമുക്ക് അയച്ചു തന്നിരുന്നു. അതിൽ നമുക്ക് വ്യക്തമായി കാണുകയും ചെയ്യാം, ഒരു ഭാഗത്ത് മാത്രമാണ് ഈ മണ്ണു നീക്കൽ പ്രക്രിയകൾ നടക്കുന്നത്. അർജുന്റെ വാഹനം കുടുങ്ങിയെന്ന് കരുതുന്ന ആ ഭാഗത്ത് കാര്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. അത് തന്നെയാണ് കുടുംബം ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള അപകടങ്ങൾ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മുൻപും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല രീതിയിൽ പലയിടങ്ങളിൽ, കേരളത്തിലടക്കം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്, ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ആ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ ഏത് രീതിയിലാണ് പെരുമാറേണ്ടത്, ഏത് രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അങ്ങനെയുള്ള ഒരു ഇടപെടൽ ഇതിൽ തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ ഒരു തിരച്ചിൽ അവസാനിപ്പിക്കുന്നു, പിറ്റേന്ന് വീണ്ടും ആ തിരച്ചിൽ പുനരാരംഭിക്കുന്നില്ല. പിന്നീടാണ് ഈ അടുത്തുള്ള നദിയിൽ നിന്ന് മൃതദേഹങ്ങൾ ലഭിക്കുന്നത്. അങ്ങനെ കാര്യമായ രീതിയിൽ ഒരു ഇടപെടൽ തുടക്കത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു ഇടപെടലാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. നിലവിൽ അവിടെ മണ്ണു നീക്കാനുള്ള പ്രവൃത്തികൾ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നുണ്ട്. അത് കുടുംബത്തെ സംബന്ധിച്ച്, ഈ നാട്ടുകാരെ സംബന്ധിച്ച്, എല്ലാവരെയും സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഇനിയും ഒരു അമാന്തം ഉണ്ടാകാൻ പാടില്ല, ഒരു വൈകൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് കുടുംബം ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. അർജുൻ സുരക്ഷിതനായി തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷ അതിവർ കൈവിടില്ല. അഭിജിത്ത് മുഴക്കുന്ന അർജുന്റെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനുള്ള സമ്മർദ്ദം കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് കർണാടകയ്ക്ക് മേൽ ഉണ്ടാകുന്നുണ്ട്. പ്രതീക്ഷയോടുകൂടി കാണാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ അത് മണിക്കൂറുകൾക്ക് മുമ്പ് ലോറിയുടെ എഞ്ചിൻ ഓണായിട്ടുണ്ട് എന്നുള്ളതാണ്. അർജുൻ്റെ മൊബൈൽ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി 2 പ്രതികരണങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതൊന്ന് കോഴിക്കോട് ജില്ലാ കളക്ടറുടേതാണ്. ഉത്തരകന്നഡ ജില്ലാ കളക്ടറുമായി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സംസാരിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതായി കളക്ടർ അറിയിക്കുന്നു. കാലാവസ്ഥ മോശമായത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കർണാടക അറിയിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ കളക്ടറെയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ, അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നുള്ള നിലയിലാണ് അത് പുറത്തു വരുന്നത്. മന്ത്രി PM മുഹമ്മദ് റിയാസിൻ്റെ പ്രതികരണം കൂടി പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടു, ഗതാഗത മന്ത്രിയുമായി സംസാരിച്ചു എന്നുള്ള കാര്യവും മന്ത്രി PM മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുന്നുണ്ട്.